ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി നടന്നൊരു ടാസ്കിന്റെ ഇടയിൽ ജിൻഡോ പറഞ്ഞൊരു കാര്യമാണ് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. ടാസ്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചളി പറയണം. ചളി പറഞ്ഞിട്ട് മറ്റുള്ള മത്സരാർത്ഥികൾ ചിരിക്കാതിരിക്കണം. ചിരിക്കാതിരിക്കുന്നവരിൽ ആരാണോ അവർ വിജയിക്കും എന്നുള്ള രീതിയിലാണ് ടാസ്ക് നടക്കുന്നത്. പക്ഷെ ടാസ്ക് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആരും പറയുന്ന ചളിയൊന്നുമല്ല. അവർ പറയുന്നതിനെല്ലാം മറ്റുള്ളവരെ മത്സരാർത്ഥികളൊക്കെ ചിരിക്കുന്നൊക്കെയുണ്ട്. ഒരു രീതിക്ക് പോകുന്നുണ്ട്. പക്ഷെ ജിൻഡോയുടെ ഒരു സെഷൻ എത്തിയപ്പോൾ ജിൻഡോ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയണത്. കാരണം ജിൻഡോ പറയുന്ന കാര്യം ഇതാണ്. ജിൻഡോ പറയുന്ന, ഞാൻ ഇവിടെ എന്ത് വന്നെന്ന് പറഞ്ഞാലും, അതായത് എൻ്റെ ഒരു പെടലിക്ക് വേദന വന്നു, അത് നിങ്ങൾക്ക് വെറും തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം എൻ്റെ വേദനകൾ എപ്പോഴും നിങ്ങൾക്ക് കളിയാക്കാനും തമാശയായിട്ട് എടുക്കാനും മാത്രമാണ് നിങ്ങൾ അത് ഉപയോഗിക്കാറുള്ളത് എന്ന് ജിൻഡോ അവരോട് പറഞ്ഞു, മത്സരാർത്ഥികളോട് പറയുകയാണ്. അപ്പോഴത്തേനും മത്സരാർത്ഥികൾക്കൊക്കെ പിന്നെയും കളിയാക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉള്ളത്. കാരണം ജിൻഡോ എങ്ങനെയും കളിയാക്കണം, കളിയാക്കി താഴെ ഇടണം. ആ ഒരു അവസരം തന്നെയാണ് അവരെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റവും ഇല്ല. ഇപ്പൊ ജിൻഡോ പറഞ്ഞപ്പോഴും അതിന് അവർ കളിയാക്കാൻ തന്നെ ശ്രമിച്ചു. എന്നിട്ട് ജിൻഡോ അതിനോട് ചേർത്ത് ഒരു കഥയോട് പറഞ്ഞു. ഇവിടെ ഒരു ടാസ്ക് നടക്കുന്നു. ഈ ടാസ്കിൽ പങ്കെടുക്കുന്നത് സിജോയും അതോടൊപ്പം തന്നെ സായിയും ജിൻഡോയുമാണെന്ന് പറയുന്നു. ഇവർക്ക് 3 പേർക്കും 3 പച്ചക്കറികൾ കൊടുക്കുന്നു. പച്ചക്കറി കൊടുക്കുന്നത്, ഇഞ്ചി കൊടുക്കുന്നത് സായിക്കും, പച്ചമുളക് കൊടുക്കുന്നത് സിജോയ്ക്കും, അതോടൊപ്പം തന്നെ സവാള കൊടുക്കുന്നത് ജിൻഡോയ്ക്കുമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പേർക്ക് 3 കറി ഐറ്റംസ് കൊടുത്തു. ഈ പച്ചക്കറി ഐറ്റം കൊടുത്താണ് അവർ ടാസ്ക് കളിക്കുന്നത്. അപ്പം ജിജോയ്ക്ക് കിട്ടിയിരിക്കുന്ന പച്ചമുളക് അരിഞ്ഞ സമയത്ത് മറ്റൊരാൾ വന്നിട്ട് അതിനെ കണ്ണിൽ തേച്ചു. അങ്ങനെ ഈ പച്ചമുളക് അവിടെ വെച്ച് ചത്തുപോകുക എന്ന് പറഞ്ഞാൽ സിജോ അവിടെ വെച്ച് ഔട്ടായി, അല്ലെ ചത്തുപോയെന്നാ പറയണേ. പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത്, ഈ സായി ആണെങ്കിൽ ഒരു ഒന്തി വന്നിട്ട് സായിയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ഈ വടി വെച്ചിട്ട് ഈ സായി ആ വഴക്കുണ്ടായ സമയത്ത് അവിടെ ഇങ്ങനെ കുത്തി ഇടിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഇടിച്ച് ഇഞ്ചി അവിടെ ചതഞ്ഞു പോയി എന്നും പറയുന്നു. അതായത് ഇന്നലെ നടന്ന ഒരു ടാസ്കിന്റെ ഇടയിൽ ഒരു സംഭവമാണ് പറയുന്നത്. അതായത് രതീഷും അതോടൊപ്പം സിജോയും നടന്ന ഒരു അടിയബഹളത്തിന്റെ ഇടയിൽ സായി കാണിച്ച ഒരു ആക്ട് ഉണ്ടായിരുന്നു, വടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് വെച്ചായിരിക്കണം അത് പറഞ്ഞത്. അതാണെന്ന് തോന്നുന്നു. ആ വഴക്കും അവിടെ ഉദ്ദേശിക്കുന്നത് ഈ സിജോയും അതോടൊപ്പം തന്നെ രതീഷും നടന്ന ഒരു സംഭവമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്. ജിൻഡോ പറഞ്ഞത്, ഞാൻ സാവാളയാണ്. ബിഗ് ബോസ് എനിക്കൊരു കഴിവ് തന്നിട്ടുണ്ട്. ബിഗ് ബോസ് എനിക്ക് തന്നത് സാവാളയാണ്. അത് അരിയുന്നവർ, അതായത് ഇപ്പൊ ഞാൻ അരിഞ്ഞാലും മറ്റുള്ളവർ കരിയും. അതായത് സവാള എന്ന് പറയുന്നത് ഞാനാണ്. എന്നെ നിങ്ങൾ എത്രമാത്രം അരിഞ്ഞെന്നോ കളിയാക്കിയെന്നോ വെച്ച് കഴിഞ്ഞാലും അത് പുറത്ത് കരയും. അത് കരയേണ്ട ആൾക്കാരോ ഉണ്ട്. അതായത് ജിൻഡോയെ നിങ്ങൾ എത്ര കളിയാക്കിയാലും, എത്ര നിങ്ങൾ ഈ കള്ളനെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ജിൻഡോയെ സ്നേഹിക്കാനായിട്ട് കുറെ പേര് ഉണ്ട് എന്ന് ജിൻഡോ പറയാതെ പറഞ്ഞു. അത് എത്ര പേർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതിനിടയ്ക്ക് ശ്രീരേഖയൊക്കെ ഇരിക്കുന്ന കാണണം ഇങ്ങനെയുള്ള കളിയാക്കുന്ന രീതിയിലുള്ള മുഖഭാവമൊക്കെ. ഇവരൊക്കെ ഒരു സ്ത്രീയാണോ? ഒരാൾ പറയുമ്പോൾ ഒരു റെസ്പെക്ട് കൊടുക്കാൻ അറിയാതെ ഇവർ ഇങ്ങനെ കളിക്കുന്നത്. ഇവരൊക്കെ ആദ്യം അവിടുന്ന് പുറത്താകേണ്ട ആൾക്കാരാണ്. കാരണം സേഫ് ഗെയിം കളിച്ചുകൊണ്ട് അവിടെ കുത്തിയിരിക്കുന്ന ആളാ. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ഇവൻ എന്ത് പറഞ്ഞാലും അതിനെ ഇതായിട്ട് അങ്ങ് പറയുക. ഇപ്പൊ ഇവര് മുടിയനും തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പ്രവണത. അപ്പൊ അത് കറക്റ്റായിട്ട് എത്തിച്ചു, പ്രേക്ഷകരിലേക്ക് ജിൻഡോ കറക്റ്റായിട്ട് എത്തിച്ചു. കാരണം എന്താണ് അവർ എന്നോട് ചെയ്യുന്നത്, എന്താണ് അവർ ചെയ്താൽ അവർ അനുഭവിക്കാൻ പോകുന്നത് എന്നുകൂടി കൃത്യമായി ആ ടാസ്കിലൂടെ പറഞ്ഞു. അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്, എത്ര പേർക്ക് മനസ്സിലായിട്ടില്ല, അതെല്ലാം നമുക്ക് ഇനി വരും നിമിഷങ്ങളിൽ അറിയാൻ പറ്റും. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ.